ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷാസ് ഡയറി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വിളയിച്ചതാണ്. ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് അതിലേക്ക് ഒരു 3 കഷ്ണം വെല്ലവും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് റൈസിൻസും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് ഒരു 3 പഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരു യെല്ലോ കളർ ഷെയ്ഡായി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് നമുക്ക് കുക്കാക്കി എടുക്കണം. അപ്പോഴാണ് അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അത് നല്ല ഒരു യെല്ലോ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴം നന്നായിട്ടൊന്ന് കുക്കായിട്ട് യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം, എന്നാലേ അതിന് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് ഇനി തേങ്ങ ചിരവിയതും അതും ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ഏലക്കായ് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര ഉരുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് വെള്ളമാവാതെ നോക്കണം. കുറച്ച് വെള്ളത്തോടെ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ഒരുപാട് വെള്ളമായി പോയാൽ അത് ആ ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ അത് കുറച്ച് വെള്ളത്തോടു കൂടി മാത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസും ആഡ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്. ഒരുപാട് ഗീ ഒന്നും യൂസ് ചെയ്യുന്നില്ല, 1 സ്പൂൺ ഗീ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഇഷാസ് ഡയറി.